ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ചാക്കിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള റിബണാണിത്. അതുകൊണ്ട് നമുക്കൊരു റീത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 14 ഇഞ്ചിൻ്റെ വയർ റീത്ത് ഞാൻ ഡോളർ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വാൾമാർട്ടിലും ലോബി ആമസോൺ അങ്ങനെ പല ഷോപ്പിലും ഇത് നമുക്ക് കിട്ടും. രണ്ട് കളറിലെ റിബണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5.5ഉം 5.5ഉം ആണ് രണ്ടിൻ്റെയും വീതി. അതിപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ വയറില്ലാത്ത റിബണാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നീട് വേണ്ടിയത് സിപ്പ് ടൈ ആണ്. ഇതും $1 കടയിൽ നിന്നാണ്. ഒരു 5 എണ്ണം നമ്മൾക്കിത് വേണം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വയർ ഫ്ലവേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന വയർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു സിസേഴ്സ് വേണം. പിന്നെ ഇത് കണ്ട 1 2 3 4 കമ്പികളാണ് ഇതിനുള്ളത്. അതിൽ രണ്ടാമത്തെ കമ്പിയിലാണ് നമ്മളിത് പുൾ ത്രൂ ചെയ്യുന്നത്, നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ഒരു ഡിവിഷനും ഉണ്ട് കേട്ടോ. അതെല്ലാം ഒരേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആദ്യമേ രണ്ടായിട്ടൊന്ന് നമ്മൾ മടക്കിയിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ വയറിൻ്റെ അകത്തും കൂടി ഇതിങ്ങനെ കയറ്റി രണ്ട് വശത്തും നമ്മൾ ഈക്വലായിട്ട് പുള്ളി ചെയ്ത് പിടിക്കണം. ഒരേപോലെ വിഡ്ത്തിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചിട്ട് അത് നമ്മൾ ഇതേപോലെ ഒന്ന് ടൈ ചെയ്യണം. ഈ സിപ്പ് ടൈ കൊണ്ട് ടൈ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കമ്പിയോ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ മതി. ഈ ഫ്ലവർ ഷോപ്പിലൊക്കെ കിട്ടുമല്ലോ, നമ്മൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ടൈ ചെയ്യുന്നത്. ഇത് ഞാൻ $1 കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. മറ്റേതും $1 കടയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുറേ കിട്ടും ഒരു പാക്കറ്റിൽ. എന്നിട്ട് ഇതിൻ്റെ അറ്റം നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഗതിയാണ്. ഇങ്ങനെ നിങ്ങൾ നല്ലതായിട്ടൊന്ന് പുള്ളി ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ചുരുക്കി ഇങ്ങനെ പിടിക്കണം. ഇത് നിങ്ങൾക്ക് സൈഡിലിട്ട് ഉണ്ടാക്കാം, താഴേക്ക് ഈ റോള് നിങ്ങൾക്ക് താഴേക്ക് ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ ഈ റോള് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിന് ഒരു പ്രശ്നം ഞാൻ കണ്ടത്, ഇതിൽ നിന്ന് കുറച്ച് പൊടികളൊക്കെ താഴോട്ട് വീഴുന്നുണ്ട്. എന്നാൽ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിന് ഒരു കുഴപ്പമില്ല. റെഡ് വൺ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതികൾ. ഇത് രണ്ടിൻ്റെ അറ്റത്ത് ആ വയറ് നടുക്കായിട്ട് നിൽക്കണം. നിങ്ങൾക്ക് കാണാം, ആ വയറ് നടുക്കായിട്ടുണ്ട്. എന്നിട്ട് രണ്ട് വശത്തും കൂടി ഇങ്ങനെ പുള്ളി ചെയ്തിട്ട് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ഭംഗിയായിരിക്കും ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക്. ഇതിങ്ങനെ നമ്മൾ എന്തുമാത്രം ആ ഒരു ഡിവിഷന്, ഇത് പല ഡിവിഷനുകളായിട്ട് ഒരു ബാറ് പോലെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ചെയ്യുക. അത് ഒത്തിരി ചുരുക്കി നിങ്ങൾ അതിലേക്ക് കയറ്റാമെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും. നല്ല തിക്കായിട്ട് അതിരിക്കും. അപ്പോൾ അതൊന്നും കൂടി ഭംഗിയാണ്. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് 10 യാർഡിൻ്റെ റോളാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അന്ന് രണ്ടാമത്തത് എനിക്ക് കിട്ടിയത് 5 യാർഡേ ഉള്ളൂ. എന്നാൽ ഈ 10 യാർഡ് മുഴുവനും വേണ്ട നമുക്ക്. 10 യാർഡെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഏകദേശം 9.14 മീറ്റർ അങ്ങാണ്ടാന്ന് തോന്നുന്നു വരുന്നത്, മീറ്റർ കണക്കിനാണെങ്കിൽ. അപ്പോൾ അതാണ് മിച്ചം നമ്മൾക്ക് വരും കുറച്ച്. അപ്പോൾ ഇത്രയും നമ്മളിങ്ങനെ അതിലേക്ക് നമ്മൾ തള്ളി അങ്ങോട്ട് മൂവ് ചെയ്ത് നമ്മളത് വയ്ക്കുക. പിന്നെ നമുക്ക് ഈ സിപ്പ് ടൈ അടുത്ത സിപ്പ് ടൈ നമ്മൾ ടൈ ചെയ്യാനുള്ളത് നമുക്ക് അവസാനം മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ ഒന്നും കൂടി ക്ലിയറായിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതേപോലെ ഇങ്ങനെ ആ രണ്ടാമത്തെ കമ്പിയിലോട്ട് നമ്മൾ ഇതേപോലെ കയറ്റിയിട്ട് ഇങ്ങനെ ചുരുക്കി വെച്ചാൽ മതി. പക്ഷേ അത് നല്ല ടൈറ്റായിട്ടിരിക്കണം. ഇനി നമുക്ക് ഇത്രയും ഭാഗം കൂടി ചെയ്യണം. അപ്പോൾ അത്രയും ഭാഗം ഞാൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമുക്കിതൊന്ന്, ചിലർക്ക് ഇത് കമത്തി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ എളുപ്പം വരും, ആ ടൈ ചെയ്യാനായിട്ട്. അപ്പം എനിക്കിഷ്ടം ഇതിങ്ങനെ കമത്തി വെച്ചിട്ട് എൻ്റെ സൈഡൊക്കെ കമത്തി കഴിഞ്ഞപ്പോൾ സൈഡൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ആ ഡിവിഷനില്ല, ഇങ്ങനെ പല ഡിവിഷൻ കാണുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നമ്മളിത് വരും. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ അടുത്ത സിപ്പ് ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മളത് ടൈ ചെയ്ത് വയ്ക്കുക. വളരെ ഈസി അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മാത്രം മതിയെങ്കിലും ഇങ്ങനത്തതും ഉണ്ട്,
നമുക്ക് ഇത് ഡോറിലൊക്കെ ഹാങ് ചെയ്യാനും ഒക്കെ ഇത് ഒറ്റ ലെയറിൻ്റെതും ഉണ്ട്. പക്ഷെ ഞാൻ 2 ലെയറിൻ്റെയാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും മതിയെങ്കിൽ നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുക. എന്നിട്ട് ഇതിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഡോളർ സ്റ്റോറിൽ തന്നെയുണ്ട് പലതരത്തിലെ ഹാർട്ടുകൾ പല ഷേപ്പിൽ 3-4-5 എണ്ണമൊക്കെ ആയിട്ട് വരുന്ന ഒരു പാക്കറ്റുണ്ട്. അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വേറെയും കാണിക്കാം. അപ്പോൾ ആ ഹാർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരെണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വെക്കാൻ വേണമെങ്കിൽ ഒരു ഗ്ലൂ ഗണ്ണും വേണം. അപ്പോൾ ഇത് എല്ലാം നല്ല വിടർത്തിയൊക്കെ നിങ്ങൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് എത്ര ഭംഗിയായിട്ടുള്ള ഒരെണ്ണം വന്നു. ഇനി നമ്മൾക്ക് അടുത്തത് 5 യാർഡിൻ്റെ 5.5 വീതിയുള്ള 5 യാർഡ് ലെങ്ത്തിൻ്റെ റെഡ് റിബണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതും എക്സാക്റ്റ് അതുപോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ 2ാമത്തെ വയറിലാണ് ആദ്യം ചെയ്തതെങ്കിൽ ഇത് 3ാമത്തെ വയറിൽ തൊട്ടടുത്ത് തന്നെയുള്ള വയറിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മളിത് ആദ്യമേ ആ 3ാമത്തെ വയറിൽ കൂടി നമ്മൾ കയറ്റിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഈ സിപ്പ് ടൈ ഉപയോഗിച്ചിട്ട് അത് ടൈ ചെയ്ത് വയ്ക്കുക, അതിനെ ഉറപ്പിച്ച് വയ്ക്കുക ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ. എന്നിട്ട് നമ്മളിതിങ്ങനെ ഈ 2ആയിട്ട് മടക്കിയിട്ട് ആ ഈക്വൽ വിഡ്ത്തിൽ നമ്മൾ വയറിൻ്റെ 2 സൈഡിലും കൂടി ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രില്ലുകൾ പോലെ ഇങ്ങനെ ചുരുക്കി നമ്മൾ പിടിച്ചിട്ട് ഓരോ സെക്ഷനും നമ്മൾ ടൈറ്റനായിട്ട് കൊണ്ടുവരണം. എന്നാലും ഇതിന് ഞാൻ ആദ്യത്തെ അത്രയും ടൈറ്റൻ ചെയ്യുന്നില്ല. ഇത് ഔട്ടർ കവറിൻ്റെ ആയതുകൊണ്ടും കൂടിയാണ്. അപ്പം എനിക്ക് ഈ 5 യാർഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പം അത് രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനിത് അത്രയും ടൈറ്റായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇത് പിന്നെ എനിക്ക് ഇതിൻ്റെ ബാക്കി കൊണ്ട് ഞാനൊരു ഹാർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് വേണം, നമുക്ക് എക്സ്ട്രാ വേണം ഈ വിത്തിൽ നിന്നും ഈ യാർഡിൽ നിന്നും. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് തീർന്നു. ഞാൻ ചുറ്റി അത് വന്നു. ഒത്തിരിയും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇത് ലാസ്റ്റ് വൺ കാണിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ലാസ്റ്റ് വണ്ണും ഇതേപോലെ സിപ്പ് ടൈ കൊണ്ട് നമ്മൾ ടൈ ചെയ്ത് വയ്ക്കുക. ഇതേപോലെ തന്നെ നമ്മൾ അതൊക്കെ അതിൻ്റെ ആരിയൊക്കെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സിപ്പ് ടൈ കൊണ്ട് ടൈ ചെയ്ത് വയ്ക്കുക. ഇപ്പം നമ്മളുടെ രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 2ാമത്തെ റിങ്ങും 3ാമത്തെ റിങ്ങിലും മാത്രമാണ് നമ്മളിത് കോർത്തിരിക്കുന്നത്, ഈ റിബൺ കോർത്തിരിക്കുന്നത്. റിബൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് വയറില്ലാത്ത റിബൺ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പം എത്ര ഭംഗിയായിട്ട് ഇത് നമ്മൾ ഈബേയിലും ആമസോണിലൊക്കെ നോക്കിക്കുക. ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഇതിന് $80-100 വിലയുള്ളതൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള ഹാർട്ടാണ് ഞാൻ പറഞ്ഞില്ലേ $1 കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. അത് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ വെച്ചിട്ട് ഗ്ലൂ ഗണ്ണോ ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലൂ കൊണ്ട് ഇതേപോലെ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇനി ഞാൻ നിങ്ങളെ ഒരു ഹാർട്ട് ഉണ്ടാക്കുന്ന കാണാം. ഇത് ഇലക്ട്രിക് വയർ, നമുക്ക് വീടുകളിലൊക്കെ ഉള്ള സംഗതിയാണ് ഇലക്ട്രിക് വയർ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കടകളിൽ ആർട്ട് സപ്ലൈ ഫ്ലവർ ഷോപ്പിലൊക്കെ ഇതിൻ്റെ വളരെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന വയറുകളൊക്കെ കിട്ടും, അത് വാങ്ങിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ആ ഇലക്ട്രിക് വയർ കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇതേപോലെ ഇതിൻ്റെ അകത്തെ അളവെടുക്കുക. നമ്മൾ ഒത്തിരി ഇതിൻ്റെ വലിപ്പം കൂടി പോകരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഹുക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലേ, ആ ഹുക്കിനുള്ള സ്ഥലം നമ്മൾ വിട്ടിട്ട് വേണം അത് ഇതേപോലെ നമ്മൾ ക്രോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഹുക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്ഥലം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സിപ്പ് ടൈസ് കൊണ്ട് അതുകൊണ്ട് ഒന്ന് ടൈ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യുക. അപ്പം നമ്മളുടെ എന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് വളച്ച് നോക്കിയതാണ് ആ ഹുക്ക് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് നമുക്ക് ഇതിനി നമ്മൾ ഇതെല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് ഷേപ്പൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഹാർട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, ഒന്ന് വളച്ച് ഹാർട്ടിൻ്റെ ഷേപ്പിലാക്കിയാൽ മതി.
ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് അല്ല കേട്ടോ. എന്നാൽ ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. അതുപോലെ ഇതിപ്പം ഇനി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ഉണ്ടാക്കാം. ഇനി ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു ഹാർട്ടിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ വയർ വെച്ചിട്ട് നമുക്ക് വളച്ചാലും മതി. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയൊന്ന് റാപ്പ് ചെയ്യാമെന്ന് വയ്ക്കാം. ആ റെഡ് നമ്മുടെ റെഡ് റിബണില്ലേ മിച്ചം വന്ന് അത് നടുവയിൽ രണ്ടായിട്ട് ഇതുപോലെ മടക്കുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് മടക്കണം കേട്ടോ. അതിൻ്റെ അറ്റം വിട്ടു പോകാതിരിക്കാനായിട്ട്. എന്നിട്ട് അതിൽ കൂടി ഒന്ന് നല്ലതായിട്ട് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്യണം, ഒന്ന് ചുറ്റണം. ചുറ്റിയിട്ട് നമ്മൾ കഴിയുന്നത് ലൂസാകാതെ നോക്കണം. എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ ചുറ്റുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ മിഡിലിലോട്ട് വെച്ചിട്ട് ചുറ്റണം. അതായത് അറ്റത്തോട്ട് പോകണ്ട. നമ്മൾ അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ എൻഡൊക്കെ ഇങ്ങനെ പുറത്ത് ചാടി വരും. അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് ചുറ്റിയിട്ട് വരാം നമ്മൾക്ക്. ഈ സ്നേഹത്തിൻ്റെ ദിവസം ഇപ്പം വാലന്റൈൻസ് ഡേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആഘോഷിക്കുന്നത് പോലെ തന്നെ വേറെ പല കൺട്രികളിലും ഒട്ടുമുക്കാൽ കൺട്രികളിലും ആഘോഷിക്കുന്നുണ്ട്. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, മെക്സിക്കോ, ഫ്രാൻസ്, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസിൽ സമൂഹ വിവാഹങ്ങൾ ഒത്തിരി നടക്കുന്ന ഈ ദിവസങ്ങളിലുണ്ടെന്നാണ് അറിയുന്നത്. ഈ സ്നേഹപ്രകടനം ഇപ്പം കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സിൽ, കൂട്ടുകാരുടെ ഇടയിൽ. അതുപോലെ ഇവർ ഗിഫ്റ്റുകൾ കൈമാറുന്നത് റോസ് ഫ്ലവേഴ്സ്, ചോക്ലേറ്റ്, അതുപോലെ കാർഡുകൾ, ഗിഫ്റ്റ്സുകൾ, പിന്നെ പുറത്തു പോയി ഭക്ഷണം കഴിച്ചുമൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഫാമിലിയിൽ നമുക്ക് ഘോഷിക്കാൻ പറ്റും. റെഡ് ക്ലോത്തുകളൊക്കെ ടേബിളിൽ വിരിച്ച് ലവിൻ്റെ സിമ്പലൊക്കെ വെച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ഹാർട്ട് റെഡിയായി. ഇനി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ച് നമ്മുടെ ഷേപ്പൊക്കെ മാറ്റണമെങ്കിലൊക്കെ നമുക്ക് മാറ്റാം. ഇനി നമ്മൾ ഒരു 8 ഇഞ്ച് നീളത്തിൽ നമ്മൾ ആദ്യം ചുറ്റിയ റിബണിൽ നിന്ന് 8 ഇഞ്ച് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഈ വയറിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിനൊരു നമ്മൾ കറക്റ്റ് ലൈൻ തെറ്റിപ്പോകാതിരിക്കാൻ മടക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കോർത്തെടുക്കുക. അപ്പം നമ്മൾ പുള്ള് ചെയ്ത ആ ഡിസൈനിൽ തന്നെ നമുക്കിത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഫിൾ ചെയ്തല്ലേ അത്. അപ്പം ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുക്കുക. അപ്പം നമ്മുടെ അതിനൊരു ഹൈഡ് പ്ലേസും വരും. നമ്മുടെ ആ വയറൊന്ന് ഹൈഡ് ചെയ്തിരിക്കും. എന്നിട്ട് അതിൻ്റെ ആ രണ്ടാമത്തെ വയറിലോട്ട് ഇത് കൊളുത്തി നല്ലതായിട്ട് അമുക്കി വെക്കുക. എന്നിട്ട് നല്ലതായിട്ട് പ്രസ് ചെയ്തിങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ എല്ലാം വിടർത്തി വെക്കുക. അപ്പം ഈ ഹാർട്ടിൻ്റെ ബോട്ടം പാർട്ടും വേണമെങ്കിൽ ചെയ്യാം നമ്മൾക്ക്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൂലെടുത്തിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മറച്ചു വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കെട്ടുക. നമ്മുടെ ആദ്യത്തെ പ്ലീറ്റ്സില്ലേ, ആദ്യത്തെ റഫിൾസിൻ്റെ ഒരു ഭാഗത്തോട്ട് നമ്മളിത് അപ്പോൾ ഹാർട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ നമ്മൾ ഇതിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യുക. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ പെർഫെക്റ്റായിട്ട് അത് ഇരിക്കും. അപ്പോൾ അതിങ്ങനെ ആ വയർ വെച്ച് ഞാനിത് ഫിഷിംഗ് റോഡിലിടുന്ന നൂലില്ലേ, ആ നൂല് കൊണ്ടാണ് ഞാനിത് കെട്ടിയിരിക്കുന്നത്. അതാകുമ്പോൾ അതിന് കളറില്ലല്ലോ, അപ്പം അതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ട നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ഇതിനൊരു ലൂപ്പ് ഉണ്ടാക്കി ഡോറിലിടാം. ഇല്ലെങ്കിൽ ഡോർ ഹാങ്ങറില്ലേ, നമ്മൾ ക്രിസ്മസ് റീത്തൊക്കെ ഇടുന്ന ആ ഹാങ്ങറിലോട്ട് നമുക്കിത് കോർത്തെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി പുറത്ത് ഔട്ട്സൈഡ് ഡോറിലോട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം. ഈ ഡോർ ഹാങ്ങർ എല്ലാവർക്കും വീട്ടിൽ കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഈ റിബൺ കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ലൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഡോർ ഹാങ്ങറിലോട്ട് ഡോറിൽ ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതേപോലെ ഞാൻ
ഔട്ട്സൈഡിൽ പോയി ഡോർ ഹാങ്ങറിൽ വെച്ച് ഹാങ് ചെയ്തിട്ട്. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.